ചലഞ്ച് 6. ഫെസ്റ്റിവൽ സീസൺ ആയിട്ട് നമുക്ക് ഓണമൊക്കെ വരുമല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഫെസ്റ്റിവൽ സീസൺ ആണെങ്കിലും നമ്മൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒരു ഓഫീസിലാണെങ്കിലും നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ പല ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് പല മത്സരങ്ങളും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റാൻഡമായിട്ട് എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഓരോരുത്തരെയും പല ഗ്രൂപ്പുകളാക്കിയിട്ട് സെലക്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഗ്രൂപ്പ് സെലക്ഷന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്, പരാതികൾ വരാറുണ്ട്. അത് ഒഴിവാക്കിയിട്ട് റാൻഡമായിട്ട് ഈ ലിസ്റ്റിലുള്ള ആളുകളെ എങ്ങനെ പല പല ഗ്രൂപ്പുകളിലേക്ക് ആക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. നമ്മുടെ 24 നെയിംസ് ഉണ്ട്. 24 പേരെ നമുക്ക് 4 ഗ്രൂപ്പുകൾ, അതായത് 6 പേരുടെ 4 ഗ്രൂപ്പുകളാക്കണം. ഇതാണ് നമ്മുടെ ആവശ്യം. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഇപ്പോൾ നെയിം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു കോളം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റാൻഡം നമ്പേഴ്സ് എന്നാണ് കൊടുക്കണത്. റാൻഡം നമ്പേഴ്സ്. ഇപ്പോൾ ഈ റാൻഡം നമ്പേഴ്സ് ബേസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് എക്സലിൽ. റാൻഡ് എന്നാണ് ആ ഫംഗ്ഷൻ്റെ പേര്. അപ്പോൾ അതിൽ വേറെ ആർഗ്യുമെൻറ്റ്സ് അതിൻ്റെ ഉള്ളിൽ ഒന്നും കൊടുക്കേണ്ട. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈക്വൽ ടു RAND ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് എൻഡ്, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യണ താഴെ വരെ. ഇപ്പം നമുക്ക് എല്ലാം റാൻഡം നമ്പേഴ്സ് കിട്ടി. ഈ റാൻഡം നമ്പേഴ്സിനെ നമ്മളൊന്ന് വാല്യൂ പേസ്റ്റ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ഈ റാൻഡം നമ്പേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ വെറുതെ ഒരു എൻ്റർ അടിക്കുകയാണ്, കണ്ടോ, കംപ്ലീറ്റ് നമ്പർ മാറി. കാരണം റാൻഡം നമ്പേഴ്സ് എപ്പോഴും റാൻഡം ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി അത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി അത് മാറാതിരിക്കാനായിട്ട് നമ്മളിതിനെ വാല്യൂ പേസ്റ്റ് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, അവിടെ തന്നെ നമ്മൾ വാല്യൂ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് സ്പെഷ്യലിൽ പോയിട്ട് വാല്യൂ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഒരു ഗ്രൂപ്പിംഗ് ചെയ്യാനായിട്ട് നമ്മളിതൊന്ന് സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു, ഒരു ഫിൽറ്റർ കൊടുത്തു. നമ്മൾ ഫിൽറ്റർ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സ്മോളസ്റ്റ് ലാർജസ്റ്റ്, അത് ലാർജസ്റ്റ് സ്മോളസ്റ്റ് ആവാം, കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഓർഡറിൽ അതിനെ സോർട്ട് ചെയ്യുന്നു. സോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഗ്രൂപ്പുകളുടെ പേര് കൊടുക്കാം. ഗ്രൂപ്പ് നെയിം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 6 പേര് ഫസ്റ്റ് ഗ്രൂപ്പാണ്, അടുത്ത 6 പേര് സെക്കൻഡ് ഗ്രൂപ്പാണ്, അടുത്ത 6 പേര് തേർഡ് ഗ്രൂപ്പാണ്. അങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി ഇതിലുള്ള ആൾക്കാരെ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിംഗ് കഴിഞ്ഞു. ഫിൽറ്റർ ഒന്നുകൂടി ഒന്ന് രണ്ടാമതൊന്ന് കൊടുക്കുക. അതിനുശേഷം സീരിയൽ നമ്പർ വെച്ചിട്ട് സ്മോളസ്റ്റ് ലാർജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാം റാൻഡം ആയിട്ട് പല ഗ്രൂപ്പുകളും ആയിട്ടുള്ളതായിട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മളൊരു ഫെസ്റ്റിവൽ സീസണിൽ അല്ലെങ്കിൽ വരുമ്പോൾ റാൻഡം ആയിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പുകളാക്കുന്നത്. അപ്പോൾ നമുക്ക് പരാതികളും പരിഭവങ്ങളൊന്നുമില്ല. ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നു, ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നില്ല, ശത്രുക്കൾ ഒരുമിച്ചിട്ടു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. താങ്ക് യു. ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെയുള്ള ഡൗട്ടുകളും കാര്യങ്ങളും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ആക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.